ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ്. ബിഗ് ബോസിലെ ശ്രീതും അർജുനും പ്രണയത്തിലാണോ? ആണോ ഗൈസ്? പ്രണയത്തിലാണോ, ഫ്രണ്ട്ഷിപ്പിലാണോ? അത് ക്യൂട്ട്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് നല്ല രീതിയിൽ കോംബോ ആയിട്ട് ഓടുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണോ? അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അതുപോലെ നമ്മളെ ശ്രീതുവിടെ അമ്മ വന്നിട്ട് അവരാ കോംബോ ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞു. അതായത് അതിനെപ്പറ്റി പറഞ്ഞില്ല, ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടോ, ഞാനെല്ലാം കാണുന്നുണ്ട്, നീ ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ 24/7 കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ കാര്യം. അപ്പൊ ശ്രീതു അർജുൻ പ്രണയം ക്ലോസ്. ശ്രീതു അർജുൻ പ്രണയിച്ചാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ജോഡിയാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രി. ഗബ്രിയെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ജാസ്മിൻ പിന്നെ എനിക്ക് തോന്നുന്നു അവള് ജെന്യൂനാണ്, അവൾ വളരെ ജെന്യൂനാണ്. കാരണം സാധാരണ എല്ലാവരും അഭിനയിക്കുന്നത് പോലെ പുറത്ത് നമ്മൾ നല്ല സ്വഭാവം മാത്രം കാണിച്ചിട്ട് നെഗറ്റീവ്സ് ഒന്നും കാണിക്കാണ്ട് എല്ലാം മൂടി മൂടി വെച്ചിട്ട് നമുക്ക് അഭിനയിക്കാം. പക്ഷെ അതങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അവള് അഭിനയിക്കുന്ന ആളല്ല. അവള് വളരെ ജെന്യൂനായത് കൊണ്ട് തന്നെയാണ് അവൾക്ക് അത്രയും നെഗറ്റീവ്സും വന്നത്. പക്ഷെ അവളെ ഒരുപാട് പേര് പറയാൻ കാരണം ഗബ്രി തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മള് ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളിൽ ആൾക്കാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതില് പുറത്തുനിന്ന് നമുക്ക് എന്തും കളിക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നും കളിക്കാൻ പറ്റില്ല. കാരണം പുറത്തുനിന്ന് നമ്മളൊരാൾ ചോദ്യം ചെയ്യാൻ നമ്മൾ തിരിച്ചു പറയും. കാരണം ഇന്നത്തെ കാലത്ത് ഇതെന്റെ ലൈഫാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും, അത് ചോദിക്കാൻ നീ ആര്? അതുപോലെ ഗബ്രി പുറത്തിറങ്ങി, ഇനിയിപ്പോ ഗബ്രീനെ പറയേണ്ട ആവശ്യമില്ല, അവന്റെ സ്വന്തം ലൈഫാണ്, അവൻ എന്ത് ചെയ്യുന്നത് അത് അവന്റെ ഇഷ്ടമാണ്. അപ്പം അതുപോലെ ജാസ്മിൻ പുറത്തിറങ്ങിയാൽ അവൾ ചിലപ്പോൾ അവന്റെ കൂടെ പോകുമായിരിക്കും, അല്ലെങ്കിൽ അവൾ വേറെ ആരെങ്കിലും കെട്ടുമായിരിക്കും, അത് അവളുടെ ലൈഫാണ്. അപ്പൊ നമ്മൾ അതിലൊന്നും തലയിടേണ്ട ഒരു ആവശ്യമില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ, ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്റെ ചാനൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വിട്ട് ഞാൻ കളിക്കില്ല. ഒരാളെ ചീത്ത പറഞ്ഞിട്ടോ അയാളെ ലൈഫ് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു കളി ഞാൻ കളിക്കില്ല. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ചാനലിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കളഞ്ഞു കുടിക്കുന്ന എത്രയോ പേരുണ്ട്. അതുപോലെ ഞാൻ ചെയ്യില്ല. അപ്പൊ ശ്രീതുവിന്റെയും അർജുന്റെയും കോംബോയിൽ എനിക്ക് പറയാനുള്ളത്, അവര് കോംബോ പ്രേക്ഷകരായിട്ട് സൃഷ്ടിച്ചെടുത്തിയാണ്. അതായത് അവരുപോലെ അറിയാണ്ട് അത് കോംബോ ആയി നിങ്ങളുടെ കോംബോ പുറത്ത് വലിയ ചർച്ചയാണ്. അവരറിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി അവർ ഫ്രണ്ട്ഷിപ്പ് ആവാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ നോർമൽ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ശ്രീതുവിടെ അമ്മ വന്നതിന് ശേഷം ശ്രീതുവിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശ്രീതുവിന്റെ അമ്മ വന്നതിന് ശേഷം ഇനി അവള് അർജുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിടുമോ, ആ കോംബോയിൽ വ്യത്യാസം വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അർജുൻ്റെ അമ്മ അങ്ങനെയല്ല. അർജുൻ്റെ അമ്മ വളരെ പോസിറ്റീവായി. പക്ഷെ ശ്രീധുവിന്റെ അമ്മനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവര് അവരുടെ മകളുടെ ഫ്യൂച്ചർ വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ആ കോംബോ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇഷ്ടമാണ്, അതിൽ കൂടുതലാകുമെന്നുള്ള ഒരു പേടിയായിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ലാസ്റ്റ് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, രാത്രിയിലുള്ള സംസാരം ഒഴിവാക്കണം, അതുപോലെ ഞാൻ 24/7 കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ കൂടുതലായിട്ട് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ലാസ്റ്റ് വിളിപ്പിച്ചു. ബിഗ് ബോസിന്റെ ഒരു വാണിംഗ് കൊടുത്തു ശ്രീധുവിന്റെ അമ്മയ്ക്ക്. അപ്പൊ അതാണ് ഫാമിലി എപ്പിസോഡിൽ മെയിൻ ആയിട്ടുണ്ടായത്. ശ്രീധുവിന്റെ അമ്മയും അർജുന്റെ അമ്മയും ഒരേ ടൈമാണ് വന്നത്. അർജുന്റെ അമ്മ ഇവരോട് കൂടി പറയുന്നുണ്ടായിരുന്നു, എല്ലാവരോടും കൂടി നിങ്ങൾ പുറത്ത് വന്നാലും ഈ ഫ്രണ്ട്ഷിപ്പ് കൈവിടരുത്, പുറത്ത് വന്നാലും ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീധുവിന്റെ അമ്മയും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് ലവിലേക്ക് എത്തിക്കാൻ ഒരു താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, വേറെ അതിൽ കൂടുതലാവരുന്നുള്ളൊരു അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കൊന്ന് അവളുടെ അമ്മ കുറച്ചുകൂടി നല്ല സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ അവർ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ജാസ്മിൻ്റെയോ ഗബ്രയുടെയോ കോംബോ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമല്ല, സോറി. പിന്നെ നമുക്കിപ്പോൾ എന്ത് പറയുമ്പോൾ ജാസ്മിനും ഗബ്രയും വന്നോളി, അതാ സംഭവം. പിന്നെ നമുക്കിപ്പം ശ്രീധുവിന്റെയും അർജുനെയും പോകുമ്പോൾ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് അത് അവർക്ക് ഇഷ്ടമാണെന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാമെന്നില്ല. പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാണ്. പ്രേക്ഷകർ പിന്നെ എന്തെങ്കിലും കിട്ടിയത് ഇവർ ഇതാക്കണം, ഇവർ കല്യാണം കഴിക്കണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അടിപൊളിയാണ്, ഇവരുടെ കോംബോ അടിപൊളിയാണ്. പക്ഷെ അത്
ശ്രീധുവിന് ഇഷ്ടമാണോ അല്ല ശ്രീധു ജെനുവൻ ആയിട്ടാണോ കളിക്കുന്നത്, അല്ല ഇവർ ഈ കോംബോ ഇങ്ങനെ പുറത്ത് നല്ല ഹിറ്റാണ്, പുറത്ത് നല്ല ചർച്ചയാണെന്ന് അറിഞ്ഞിട്ടാണോ ഇത് ക്യൂട്ട്നെസ് ഒക്കെ ആ ഒരു ടൈം കുറച്ച് അവർ ഇടുന്നുണ്ടായിരുന്നു, അങ്ങനെയാണോന്ന് അറിയില്ല. എന്തുതന്നെയായാലും എല്ലാവരും നല്ല രീതിയിൽ കളിക്കട്ടെ, മുന്നേറട്ടെ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ കമന്റ് ചെയ്യാം, നല്ല രീതിയിൽ മാത്രം കമന്റ് ചെയ്യാം. കാരണം കമന്റ് ബോക്സ് അങ്ങനെ ആക്കരുത്, എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.